നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കാലാവസ്ഥയിൽ പൊടുന്നനെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിടാറുണ്ട്. അതിനാൽ പ്രവാസികൾ അധികൃതരുടെ മുന്നറിയിപ്പുകൾ പ്രകാരം ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ വീണ്ടും മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കുവൈത്തിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കടലിൽ രൂപപ്പെട്ട ഉപരിതല ന്യൂനമർദ്ദവും ഈർപ്പമുള്ള അന്തരീക്ഷവുമാണ് കുവൈത്തിൽ ഇപ്പോൾ മഴ പെയ്യാൻ കാരണം എന്നാണ് അധികൃതർ പറയുന്നത്. ചൊവ്വാഴ്ച മുതൽ ശക്തി പ്രാപിക്കുന്ന മഴ ബുധനാഴ്ച രാവിലെ വരെ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മേധാവി അമീറ അൽ അസ്മി പറഞ്ഞു. മഴയോടൊപ്പം മണിക്കൂറിൽ 70 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മാത്രമല്ല, അന്തരീക്ഷ താപനില പകൽ സമയങ്ങളിൽ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയും രാത്രി സമയങ്ങളിൽ 11 മുതൽ 6 ഡിഗ്രി വരെയായും കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതേസമയം UAEയിൽ കഴിഞ്ഞ 3 ദിവസം തുടർച്ചയായി അനുഭവപ്പെട്ട കനത്ത മഴ അവസാനിച്ചതായി ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. രാജ്യത്തെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് അന്ത്യമുണ്ടായതായി കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയം ട്വീറ്റ് ചെയ്തത്. UAEയുടെ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകിയതെന്ന് മന്ത്രാലയം ട്വിറ്ററിലൂടെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയ രാജ്യത്തെ പോലീസ് ജനറൽ ഡയറക്ടറേറ്റുകളുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും മുൻകരുതലിനെ മന്ത്രാലയം ട്വീറ്റിൽ പ്രശംസിച്ചിരുന്നു. അടുത്തയാഴ്ച മുഴുവൻ വരണ്ടതും എന്നാൽ മേഘാവൃതവുമായിരിക്കും കാലാവസ്ഥ. ഞായറാഴ്ച മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ കനത്ത മഴ പ്രവചിച്ചിട്ടില്ല. ഞായർ രാത്രിയും തിങ്കൾ രാവിലെയും ഈർപ്പം വർദ്ധിക്കുമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അന്തരീക്ഷ താപനിലയിൽ നേരിയ വർധനയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. കനത്ത മഴയിൽ ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെടുകയും ഇത് ജനജീവിതത്തെ ഭാഗികമായി സ്തംഭിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ക്ലൗഡ് സീഡിംഗ് സാങ്കേതിക വിദ്യയിലൂടെ കൃത്രിമ മഴ പെയ്യ്ക്കാനുള്ള UAEയുടെ ദൗത്യത്തിന്റെ വിജയമാണ് ഇപ്പോഴത്തെ ഈ മഴയ്ക്ക് കാരണമെന്നുള്ള ചർച്ചകളും സജീവമായിരുന്നു. എന്നാലും പ്രവാസികളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.